ഈ മെസ്സി തട്ടിപ്പിൻ്റെ വാർത്തകൾ ഓരോ ദിവസം പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നതോടെ വളരെ ആസൂത്രിതമായ ഒരു തട്ടിപ്പാണിതെന്നും ഇതിൽ മുൻ സർക്കാരിൻ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ അയാളുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലകിനും കായിക മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാനും റിപ്പോർട്ടർ കള്ളന്മാർക്കും പങ്കുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുകയാണ്. കാരണം ഇവർ ചെയ്തിരിക്കുന്നതെല്ലാം വഴിവിട്ടാണ്. ഇവർ മെസ്സിയെ കൊണ്ടുവരാൻ ഇവരൊരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പോക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കെയർ ഓഫിൽ ഇവർ ഇവിടുന്ന് കുറേ പണം, ഇന്ത്യൻ മണി ഡോളറാക്കി മാറ്റി വിദേശത്തേക്ക് കടത്തിയിരിക്കുകയാണ്. ആരുടെ കയ്യിലേക്ക് ഇത് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. അവിടെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ പണം സ്വീകരിച്ചവരുടെ അക്കൗണ്ടിൽ അവർക്ക് കമ്മീഷൻ കൊടുത്തുകൊണ്ട് ഇവർ ഈ പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിലെ നമ്പർ 1 കള്ളൻ പിണറായി വിജയൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് മെസ്സി ഇതേക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം അറിഞ്ഞിട്ടില്ലായിരിക്കും. അദ്ദേഹം അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവന്മാരെ പേരിൽ കേസ് കൊടുക്കുന്നുള്ള ഉറപ്പാണ്. അയാളുടെ പേര് വെറുതെ വലിച്ചഴിച്ച് അയാൾ അപമാനിച്ചു എന്നുള്ള പേര്, പൊതുജന മൊത്തത്തിൽ അയാൾ അവകാശനാക്കി എന്നുള്ള പേരിൽ മെസ്സി പറ്റിച്ചു എന്നുള്ള രീതിയിലാണല്ലോ ഇവർ നേരത്തെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്. അതായത് ഈ AFA അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഇവർ ഒരു മെയിൽ ഇടപാട് നടത്തി എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ അവരുടെ ടീമിനെ അയക്കാൻ തയ്യാറാണ്. അവരുടെ കണ്ടീഷൻസ് അവരിങ്ങോട്ട് കൊടുത്തു. അതുപോലെ ഫിഫ റാങ്കിങ്ങിൽ ആദ്യത്തെ 10 സ്ഥാനത്ത് എങ്ങാണ്ട് വരുന്ന 10ആണോ 50ആണോ സ്ഥാനത്ത് വരുന്ന ഏതെങ്കിലും ഒരു ടീമായിരിക്കണം എതിരാളി. 62 കോടി രൂപ ഒരു കളിക്ക് കൊടുക്കണം. അതുപോലെ 80 പേരായിരിക്കും ഈ ടീമിനെ അനുഗമിക്കും. അവർക്കെല്ലാം വേണ്ട അക്കോമഡേഷൻ എല്ലാം മൊത്തം കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ സർക്കാർ ഉറപ്പാണെങ്കിൽ മാത്രമേ ഇത് കരാറിലേക്ക് പോകൂ. അങ്ങനെ ഒരു ഉറപ്പും ഇവിടുത്തെ സർക്കാർ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ കരാർ ഉണ്ടായെന്ന് പറയുന്നത്? അല്ല, അതാണ് കരാർ. അപ്പം ഇന്നലെ അവരൊരു കരാർ പുറത്തു വിട്ടു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇന്നലെ ഒരു കരാർ പുറത്തു വിട്ടു. ഞങ്ങൾ ഈ അർജന്റീനൻ AFAയുമായിട്ട് ഞങ്ങൾക്ക് എങ്ങനെ സർക്കാരിനെ മറികടന്ന് ഈ നാട്ടിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് എങ്ങനെ അവർക്കൊരു കരാർ ഒപ്പിട്ട് അവരുമായിട്ട് കരാർ നടത്താൻ പോകും? ഇവിടെയാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യം. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇതിൻ്റെ സ്പോൺസറാണോ അതോ സംഘാടകരാണോ? മാത്രമല്ല, ഒന്ന് ആലോചിക്കണം, പണ്ടൊക്കെ ഈ കായിക വകുപ്പ് ഒരു മന്ത്രിക്ക് കൊടുക്കാമെന്നുള്ള സ്പോർട്സ് യോജന കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പലർക്കും പുച്ഛമായിരുന്നു. കാരണം ഇന്ന് കാശ് ഒപ്പിക്കാനുള്ള വഴിയില്ലാത്ത ഒരു വകുപ്പ് എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ഏത് വകുപ്പിനേക്കാളും വലിയ അഴിമതി ഇവിടെ ചെയ്യാവുന്ന ഇപ്പോൾ കാണിച്ചു കൊടുത്തു. 126 കോടി രൂപ അഴിമതി എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല. അതായത് ഇവര് സംഘാടകരാകും, സ്പോൺസറും അവർ തന്നെ എന്ന് പറഞ്ഞാൽ അവരിവിടെ സർക്കാരിൻ്റെ കെയർ ഓഫിൽ ഒരു മെസ്സിയെ കൊണ്ടുവന്ന് മത്സരം നടത്തിയിട്ട് അതിൻ്റെ പണവും അതിൻ്റെ ലാഭവും അവർ ഏറ്റെടുക്കും. അടിച്ചെണ്ടയ്ക്കും പണം ആരാർക്കുന്ന അവസ്ഥ. അതുപോലെ അതിനുവേണ്ടി കേരളത്തിലെ ഏക ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇവർക്കങ്ങ് വിട്ടുകൊടുക്കുകയാണ്. 70 കോടി രൂപയുടെ നവീകരണം അവരവിടെ അങ്ങ് നടത്തും. ഇതിന് പകരമാണ് ഈ 70 കോടി രൂപയുടെ നവീകരണം നടത്തുന്നത്. പക്ഷേ ഇവർ ഈ നവീകരണം നടത്തിയെന്ന് പറയുന്നത് 26 കോടി രൂപയുടെ നവീകരണം അവിടെ നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ അവിടുത്തെ ഇരിപ്പിടങ്ങൾ നശിപ്പിച്ചു, മരം മുറിച്ച് കളഞ്ഞു, ഈ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലാക്കിയെന്ന് ഇവരെ അവകാശപ്പെടുന്നു. നമുക്കറിയില്ല എന്താണ് ഇതിൻ്റെ. ഈ സർക്കാരിന് വിദഗ്ധ സമിതിയെ വെച്ച് പരിശോധിക്കുക അവർ ചെയ്തത് ശരിയാണോ, ഇത്രയും പണം ചെലവാക്കാൻ നോക്കാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ചീഫ് സെക്രട്ടറിയും മാത്രം അറിഞ്ഞ ഒരു ഇടപാടാണ്. ഇതിനൊരു ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തിട്ടില്ല. ക്യാബിനറ്റ് അംഗീകാരം ഇത് അത്യാവശ്യമാണ്. കാരണം ഒരു വിദേശ രാജ്യം, അതായത് ലോക റാങ്കിങ്ങിൽ ലോകകപ്പ് ചാമ്പ്യന്മാരായിട്ട് നിൽക്കുന്ന അർജന്റീന, 2022 ഖത്തർ ലോകകപ്പിൽ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ അതേ ടീമിനെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ ടീമിനെ കൊണ്ടുവരുമ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് അതുപോലെ നേട്ടം ഉണ്ടാവണം ഇവിടെ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോൾ എന്താണ്, ഇത് കായിക മന്ത്രാലയത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഈ സംഭവം. മാത്രമല്ല നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അവർ ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച് ഒരുപാട് ഔപചാരികതകളുള്ളതാണ്. ഒരു വിദേശ രാജ്യവുമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിനൊക്കെ വിളിച്ചുകൊണ്ടിരുമ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു ചർച്ച നടത്തിയോ? അതായത് നമ്മുടെ സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. അതായത് 330 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. മനസ്സിലായോ? ഈ 330 കോടി രൂപയുടെ പദ്ധതിയാകുമ്പോൾ ഈ പദ്ധതി നിർവഹണത്തിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ടെൻഡർ കൊടുക്കുക എന്നുള്ളതാണ്. ടെൻഡർ താല്പര്യപത്രം ക്ഷണിക്കുക, ടെൻഡർ ക്ഷണിക്കുക. ഈ ടെൻഡർ ക്ഷണിച്ചതിന് ശേഷം
ഏറ്റവും കൂടിയ തുക സർക്കാരിന് കൊടുക്കുന്ന ആളിനാണ് ഈ ടെൻഡർ അങ്ങനെയാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കണം. അങ്ങനെ ഒരു ടെൻഡർ ക്ഷണിച്ചിട്ടില്ല. ഇനി സ്റ്റേഡിയം നവീകരണം 70 കോടി രൂപയുടെ നവീകരണം ടെൻഡർ ക്ഷണിച്ചിട്ടില്ല, ഇവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ടെൻഡർ ഇല്ലാതെ ഒരു കമ്പനിക്ക് ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ നേട്ടം? സർക്കാരിന് നേട്ടമൊന്നുമില്ല, സർക്കാരിന് ഒരു പൈസയും കിട്ടത്തില്ല. ഈ പൈസ മുടക്കിയവർക്കാണ് അതിൻ്റെ നേട്ടം. മറ്റവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സർക്കാർ ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് എന്താണ് പൊതു താല്പര്യം സംരക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് പൊതു മുതൽ അവർക്ക് കൊണ്ടുപോയിക്കൊന്നാണ്, അതും ചട്ടം ലംഘിച്ചുകൊണ്ട്. പിന്നെ ഈ പറയുന്ന അർജന്റീനിയൻ ടീം ഇങ്ങോട്ട് അവരുടെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ആണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അത് വിട്ടിരിക്കുന്ന ആ സംഭവം എന്താണ്, അത് നോക്കിയിട്ട് അതിനെല്ലാം തയ്യാറാണെങ്കിൽ ഇവിടുത്തെ കായിക മന്ത്രാലയവുമായിട്ടാണ്, സർക്കാരുമായിട്ടാണ് ഇവർ കരാർ ഒപ്പിടേണ്ടത്. ഇത് ഒപ്പിട്ടിരിക്കുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനായിട്ടാണ്. അതിനകത്ത് ഷറഫ് അലിയുടെ റോൾ എന്താണ്? കാരണം അയാൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ്, അയാൾക്കും ഇതിൽ പങ്കുണ്ട്, അയാളും ഈ അന്വേഷണ പരിധിയിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഷറഫ് അലിയും ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും ഈ ജയതിലകും പിണറായി വിജയനും അബ്ദുറഹ്മാനും ഇത്രയും പേര് ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ആർക്കൊക്കെ പങ്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും അന്വേഷിക്കേണ്ടത്. അല്ല, അത് നമുക്കറിയാം. തായ്ക്കണ്ടി കുടുംബത്തിന് ഏറ്റവും വലുത് വന്നിട്ടുള്ളത് അത് വിദേശത്തവർക്ക് വ്യവസായം കൊണ്ടല്ല, എളുപ്പമാണ്. പക്ഷേ ബാക്കിയുള്ള മരം കിട്ടിക്കാണും, അത്യാവശ്യം എല്ലാവർക്കും കിട്ടിക്കാണും. എല്ലാവർക്കും പണം നല്ല തോതിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് വലിയ എന്താ പറയുന്നത്, ക്രമക്കേട് നടന്നിട്ടുണ്ട്. പിന്നെ കേന്ദ്ര കായിക മന്ത്രാലയത്തെ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. മെസ്സിയെ ഇവിടെ കളിക്കാൻ കൊണ്ടുവരുന്നു. ആര് കൊണ്ടുവരുന്നു? സർക്കാർ കൊണ്ടുവരുന്നു. പക്ഷേ ഇവിടെ കളി നടത്തുന്നത് ആരാണ്? സർക്കാരല്ല. അപ്പോൾ ഇവരുടെ പേരിൽ, സർക്കാരിൻ്റെ പേരിൽ ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവന്ന് കളിപ്പിക്കും എന്ന് പറഞ്ഞ് പേരിൽ കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി മേടിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി? ഈ സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി. അവർ സംഘാടകരാണോ എന്ന് ചോദിച്ചാൽ അവരെ സ്പോൺസർ എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് സ്പോൺസർമാർ പൈസ കൊടുത്തു, നമുക്ക് പൈസ ഇതൊന്നുമില്ല, അവർ വരുന്നില്ലെന്ന് പറഞ്ഞു. ആ പ്രശ്നം അവിടെ കഴിഞ്ഞില്ലേ? ഇനി എന്താ അന്വേഷണം? ഞാൻ കിട്ടാനുള്ളത് കിട്ടിയല്ലോ, എന്ത് പ്രശ്നം? അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഇവരോട് നഷ്ടപരിഹാരം ചോദിച്ച് കത്തയച്ചു എന്നൊക്കെ പറഞ്ഞു. എന്ത് കാര്യത്തിന്? ഒരു കരാർ ഒപ്പിടാത്ത ഒരു പരിപാടിയിൽ ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ യാതൊരു ഇതുപോലത്തെ വേറൊരു തരികിട സംഭവമാണെന്നുള്ള ആരോപണം ഉയരുന്നു. അതുകൊണ്ട് കരാർ ഒപ്പിടാത്ത സംസ്ഥാന സർക്കാർ കരാർ ഒപ്പിടാത്ത ഒരിടത്ത് എങ്ങനെ നമുക്ക് ഈ കേരള സർക്കാരിന് ഇടപെടാൻ പറ്റും? സർക്കാർ ഉടനെ ഇടപെട്ടിരിക്കുകയാണ്. എന്താണ് ഇതിനു വേണ്ടി എംബസിയെ സമീപിച്ചിരിക്കുകയാണ്, ഈ ഇവരുടെ പൈസ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. എന്തൊക്കെ പുകിലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ നാട്ടിലെ നിയമവും വ്യവസ്ഥയും ഒന്നും ഇവർക്ക് ബാധകമായിരുന്നില്ല. പണം എന്ത് വില കൊടുത്തും കക്കുക എന്നുള്ളൊരു മാത്രമാണ്. ഒരു തസ്കര സംഘം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. എന്ത് കണ്ടാലും മോഷണം നടത്തുക. അതിൽ നിന്ന് ചുരുക്കി പറഞ്ഞാൽ ഒറ്റ സംഭവമേ ഉള്ളൂ. ഈ വന്നിരിക്കുന്ന ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഇവർ കാട്ടുകള്ളന്മാരും കൊള്ളക്കാരും വനം കൊള്ളക്കാരുമായിട്ടുള്ള ഒരു മൂവർ സഹോദരങ്ങളെ കൂട്ടുപിടിക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തൈക്കണ്ടി കൊള്ളസംഘം. ഈ തൈക്കണ്ടി കൊള്ളസംഘം ഇവിടെ നിന്ന് ഇവരുടെ പണം, ബിനാമി പണം, ഇവർ വിദേശത്തേക്ക് വെളുപ്പിക്കാൻ വേണ്ടി വിദേശത്തേക്ക് കടത്തുന്നു. അതിന് അവിടെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയെ സമീപിക്കുന്നു. ആ കമ്പനിക്ക് കമ്മീഷൻ കൊടുക്കും. ഇവിടെ എങ്ങനെയാണ് ഇത്രയും പൈസ സമാഹരിച്ചെന്നുള്ള കാര്യം ആദ്യം എടുത്തു. ഇന്നലെ വേറൊരു രസം കണ്ടോ? അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നു, തർക്കമൊന്നും വേണ്ട, ഞങ്ങൾ വന്ന് കളിച്ചാൽ പോരെ, അങ്ങ് നമുക്ക് ഈ തർക്കം അങ്ങ് പരിഹരിക്കാവുന്ന. എന്തിന്? ആര് പരിഹരിക്കാൻ? ഇത്രയും വലിയ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചതിന് ശേഷം, ഈ രാജ്യ താല്പര്യങ്ങൾ പോലും ബലികൽപ്പിച്ച് നിർത്തിയതിന് ശേഷം ഇന്നിപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ എനിക്ക് തോന്നുന്നത് ഉറപ്പായും CBI അന്വേഷണം പ്രഖ്യാപിക്കും, വിജിലൻസ് അന്വേഷണം ചിലപ്പോൾ ഉണ്ടായേക്കും. ഏതായാലും അന്വേഷണം നടക്കും. അതിന് പിന്നെ ഇതിനിടയ്ക്ക് ചില ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട് അന്വേഷണത്തെ. DYFIക്കാരും അന്വേഷണം നടക്കട്ടെ. എന്തിനാണ് നിങ്ങൾ ബഹളം കൂട്ടുന്നത്? ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇപ്പം മാധ്യമങ്ങൾ 2 തട്ടിലോട്ട് ആയിക്കഴിഞ്ഞു. ഈ ഒന്നാമത് റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരുടെ ചാനലാണെന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇല്ലാത്ത വാർത്തകൾ പടച്ചു വിടുന്നു എന്നുള്ളതും അറിയാം. അപ്പോൾ ഈ പറയുന്ന ചാനലിനെ സംരക്ഷിച്ചേ ഇവർക്ക് പറ്റുള്ളൂ. കാരണം ഇത്തവണ പിണറായി വിജയൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ ചാനലിൻ്റെ സഹായത്തോടെ. എല്ലാ തട്ടിപ്പുകൾക്കും അദ്ദേഹത്തിന് സഹായിക്കാൻ ഒരുപാട് എല്ലാ മേഖലകളിലും ആളുണ്ടായിരുന്നല്ലോ. അതാണ് കാരണഭൂതനായി എല്ലാവരും കൂടെ വാഴ്ത്തിയത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനുള്ളിൽ പിണറായി വിജയനും തൈക്കണ്ടി ഫാമിലിക്കും പ്രത്യേക പങ്കുണ്ട്.
കിഫ്ബിയിൽ ഇയാളായിരുന്നു എന്താ കിഫ്ബിയിൽ കെ എം എബ്രഹാമാണ് കിഫ്ബിയെ നിയോഗിച്ച് ഈ കൊള്ളയടിച്ചതെങ്കിൽ ഇവിടെ ജയതിലകം മുഖേനയാണ് ഈ കൊള്ളയടി നടന്നിരിക്കുന്നത്. ജയതിലകം എൻ പ്രശാന്തും, അതായത് കായിക സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോഴത്തെ കായിക സെക്രട്ടറി ആയിട്ടുള്ള എൻ പ്രശാന്തും തമ്മിൽ നല്ല ഇത് നിലനിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ നല്ല ക്ലാഷ് ഉള്ളതാണ്. ഒരു അപേക്ഷയുണ്ട്, ഇത് ഇ ഡി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലത്. അന്തർധാരയൊന്നും ഇല്ലെങ്കിൽ ഇ ഡി കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഈ കള്ളന്മാരെല്ലാം അകത്തിടുകയും. അപ്പോൾ ഈ പ്രശാന്തും ജയതിലകം തമ്മിലുള്ള ഒരു ക്ലാഷ് ആക്കി മാറ്റി ഇതിനെ വേറൊരു വഴി തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഒരിക്കലും അതല്ല സത്യം. ഇതിനകത്തെ യഥാർത്ഥ സത്യം പിണറായി വിജയനിലേക്കാണ് ഈ അന്വേഷണം ചെല്ലേണ്ടത്. പിണറായി വിജയൻ തന്നെയാണ് ഇതിനകത്തെ പ്രധാന കുറ്റവാളി എന്നുള്ളത് 100% സത്യം. ഉറപ്പാണ്.